CJP പ്രതിഷേധത്തിനിടെ വിദ്യാർത്ഥികളെ ആക്രമിച്ചവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് രാഹുൽ ഗാന്ധി ബീഹാറിൽ വിദ്യാർത്ഥികൾക്ക് നേരെ AK-47 തോക്ക് ഉപയോഗിച്ചു. വിദ്യാർത്ഥികൾക്കെതിരെ കേസ് രജിസ്റ്റർ ചെയ്തു. മോദി സർക്കാർ ഉറപ്പുകളിൽ നിന്ന് പിന്നോട്ട് പോയി. വിദ്യാർത്ഥികളുടെ ശബ്ദങ്ങൾ അടിച്ചമർത്താൻ എല്ലാ മാർഗങ്ങളും ഉപയോഗിക്കുന്നുവെന്നും രാഹുൽ ഗാന്ധി ആരോപിച്ചു. ബീഹാറിലെ നീറ്റ് പരീക്ഷയ്ക്കെതിരായ പ്രതിഷേധത്തിൽ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ നടപടിയെടുത്തിരിക്കുന്നു. നോബൽ മാരിക്കാരൻ വിവരങ്ങളുമായി ചേരുകയാണ്. നോബൽ AK-47 ഉപയോഗിച്ചു എന്ന ആരോപണം രാഹുൽ ഗാന്ധി ഉന്നയിച്ചിരിക്കുന്നു. ആ പോലീസ് ഉദ്യോഗസ്ഥനെതിരെ ഇപ്പോൾ നടപടി ഉണ്ടായിരിക്കുന്നത് കൂടിയാണ് വ്യക്തമാക്കുന്നത്. എങ്ങനെയാണ് വിദ്യാർത്ഥികളുടെ പ്രതിഷേധത്തിന് നേരെ യാതൊരു മുന്നറിയിപ്പുമില്ലാതെ ദൃശ്യങ്ങളടക്കം നമുക്ക് കാണാൻ കഴിയും. ദേശീയ മാധ്യമങ്ങളിലൊക്കെ ആ വിവരങ്ങൾ വരികയും ചെയ്യുന്നുണ്ട്. AK-47 തോക്ക് ബീഹാറിൽ പ്രതിഷേധക്കാരായ വിദ്യാർത്ഥികൾക്ക് നേരെ ഉപയോഗിച്ചു എന്നുള്ളതാണ് ആരോപണം. അത് വലിയ ഗുരുതരമായ ആരോപണവും ദൃശ്യങ്ങളുമാണ് പുറത്തേക്ക് വന്നുകൊണ്ടിരിക്കുന്നത്. കാരണം പ്രതിഷേധിച്ച വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും നേരെയാണ് AK-47 തോക്ക് എന്താണെങ്കിലും പോലീസ് ഉപയോഗിച്ചതിന്റെ ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നിരിക്കുന്നത്. അത്യന്തം ഗൗരവമുള്ള വിഷയമാണെന്ന കാര്യത്തിൽ യാതൊരു സംശയമില്ല. കാരണം അതിർത്തിയിലൊക്കെ നമ്മൾ സൈനികർ ഇത്തരത്തിൽ തോക്കുകൾ ഉപയോഗിച്ചുകൊണ്ട് ഭീകരരെയും രാജ്യത്തിനെതിരെ പോരാടുന്ന ഭീകരവാദികളെയൊക്കെ നേരിടും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ ഇത് നീറ്റ് അടക്കമുള്ള ചോദ്യപേപ്പർ ചോർച്ച ഉയർത്തിക്കൊണ്ട് വിദ്യാഭ്യാസ മേഖലയിലെ കാര്യങ്ങളിൽ സംശയങ്ങൾ പ്രകടിപ്പിച്ചു വന്ന വിദ്യാർത്ഥികൾക്കും യുവജനങ്ങൾക്കും നേരെയാണ് ഇത്തരത്തിൽ തോക്ക് ഉപയോഗിക്കുന്ന സാഹചര്യം, അതും AK-47 തോക്ക് ഉപയോഗിക്കുന്ന സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. അതീവ ഗൗരവമുള്ള വിഷയമാണ്. ഇതിൽ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് രാഹുൽ ഗാന്ധി ഇപ്പോൾ രംഗത്തേക്ക് വന്നിരിക്കുന്നു. കാരണം വിദ്യാർത്ഥികൾക്കെതിരെ തോക്ക് ഉപയോഗിച്ചു, അതോടൊപ്പം തന്നെ അവർക്കെതിരെ ബീഹാറിൽ അടക്കം കേസെടുക്കുന്ന സാഹചര്യം ഉണ്ടായി. മോദി സർക്കാർ പറഞ്ഞ വാഗ്ദാനങ്ങളിൽ വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുക്കില്ല എന്നായിരുന്നു. ആ വാഗ്ദാനങ്ങൾ ലംഘിക്കപ്പെട്ടു. വിദ്യാർത്ഥികളെ അടിച്ചമർത്താനുള്ള ശ്രമങ്ങൾ മോദി സർക്കാർ തുടരുന്നു. സർക്കാരിന്റെ ഭാഗത്ത് നുണകൾ പ്രചരിക്കുന്നു തുടങ്ങിയ കാര്യങ്ങൾ രാഹുൽ ഗാന്ധി വ്യക്തമാക്കുന്നു. ശക്തമായ പ്രതിഷേധം ഈ വിഷയത്തിൽ ഉണ്ടാകും എന്നതിന്റെ സൂചന കൂടിയാണ് രാഹുൽ ഗാന്ധി ഇപ്പോൾ നൽകുന്നത്. എന്താണെങ്കിലും ഈ പറഞ്ഞ AK-47 തോക്ക് ഉപയോഗിച്ചു എന്ന് പറയുന്നത് അത്യന്തം ഗൗരവമുള്ള വിഷയമായി തന്നെ വിലയിരുത്തപ്പെടുന്നു. പ്രത്യേകിച്ച് ഈ പറഞ്ഞ കഴിഞ്ഞ 20-ാം തീയതി പാർലമെന്റിലേക്ക് CJP പ്രവർത്തകർ നടത്തിയ മാർച്ചിലും പ്രത്യേകിച്ച് എയർ ഗണ്ണുകൾ ഉപയോഗിച്ചു. അതിൽ വലിയ തരത്തിൽ ആൾക്ക് പരിവേൽക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. ആ സാഹചര്യം നിൽക്കുമ്പോഴാണ് ഇപ്പോൾ പട്നയിൽ ബീഹാറിൽ AK-47 കൊലപാതകികളായി മാറുന്നു എന്നുള്ളതാണ് രാഹുൽ ഗാന്ധിയുടെ വിമർശനം. എങ്ങനെയാണ് നിങ്ങളുടെ വാക്കെവിടെ നരേന്ദ്രമോദിജി, നിങ്ങളുടെ വാക്കെവിടെ? വിദ്യാർത്ഥികൾക്കെതിരെ FIR രജിസ്റ്റർ ചെയ്യില്ല എന്ന നിങ്ങളുടെ വാക്കെവിടെ എന്ന ചോദ്യമാണ് പ്രതിപക്ഷ നേതാവ് ഉന്നയിക്കുന്നത്. തീർച്ചയായും ചോദ്യങ്ങൾ നിരവധി ഉന്നയിച്ചുകൊണ്ടിരിക്കുകയാണ്. കാരണം നേരത്തെ ഈ ചർച്ച നടക്കുമ്പോൾ ഈ ചർച്ചയിലെ പ്രധാനപ്പെട്ട തീരുമാനങ്ങളിൽ ഒന്ന് വിദ്യാർത്ഥികൾക്കെതിരെ കേസെടുക്കില്ല എന്നായിരുന്നു. ഇപ്പോൾ കേസ് പട്നയിൽ എടുത്തിരിക്കുന്നു എന്ന് മാത്രമല്ല AK-47 തോക്ക് ഉപയോഗിച്ചതിന് ദൃശ്യങ്ങൾ പുറത്തേക്ക്. നേരത്തെ കുറുവടികൾ ഉപയോഗിച്ചുകൊണ്ട് പോലീസ് ഡ്രസ്സിൽ പോലും എത്താത്ത ഉദ്യോഗസ്ഥർ വിദ്യാർത്ഥികളെ ആക്രമിക്കുന്ന ദൃശ്യങ്ങളുണ്ടായിരുന്നു. എയർ ഗണ്ണുകൾ ഉപയോഗിച്ചതിന്റെ വിഷ്വൽസ് ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നത്. അതിന് പിന്നാലെയാണ് ഇപ്പോൾ AK-47 തോക്ക് കൂടി ഉപയോഗിച്ചു എന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്തേക്ക് വരുന്നത്. കാരണം വലിയ തരത്തിൽ, അതായത് സാധാരണഗതിയിൽ ഒരു പ്രതിഷേധത്തിലും ഉപയോഗിക്കാത്ത ആയുധമാണ് AK-47 തോക്ക് എന്നൊക്കെ പറയുന്നത്. അത് ഉപയോഗിച്ചു എന്ന് പറയുമ്പോൾ എത്രത്തോളം നിരുത്തരവാദമായ ഈ സമരത്തെ അടിച്ചമർത്താൻ ശ്രമിച്ചത് എന്നതിന്റെ സൂചന കൂടിയും വ്യക്തത കൂടിയാണ് പുറത്തേക്ക് വരുന്നത്. എന്താണെങ്കിലും ഈ വിഷയം ശക്തമായി തന്നെ ഉയർത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിരിക്കുന്നത് കേന്ദ്ര ആഭ്യന്തരമന്ത്രി. നേരത്തെ ദില്ലിയിലെ പോലീസ് നടപടിയിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി ഉത്തരവാദിത്തം ഏറ്റെടുക്കണം എന്നായിരുന്നു കോൺഗ്രസിന്റെ ആവശ്യം. ഇപ്പോൾ പട്നയിലെ കൂടി സംഭവവികാസങ്ങളുടെ ദൃശ്യങ്ങൾ പുറത്തേക്ക് വന്നതോടെ കൂടുതൽ നിലപാട് ഘടിപ്പിച്ച് പ്രതിഷേധം ശക്തമാക്കിയാണ് കോൺഗ്രസും രാഹുൽ ഗാന്ധിയും. ശരി, YS അഭിനന്ദ് കൂടി വിവരങ്ങളുമായി നമ്മളോടൊപ്പമുണ്ട്. YS അഭിനന്ദ്, പോലീസുകാരെതിരെ നടപടി ഉണ്ടായിരിക്കുന്നു എന്നതാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷേ ഒരു പ്രക്ഷോഭകരെ നേരിടാൻ പോകുമ്പോൾ ദിലീപ് എന്തിനാണ് ബീഹാറിലെ പോലീസ് ഇങ്ങനെ ആയുധങ്ങൾ കയ്യിൽ കരുതിയത് എന്നതടക്കം ചോദ്യങ്ങളുമുണ്ടല്ലോ. നടപടി സ്വീകരിച്ചിരിക്കുകയാണ്. AK-47 തോക്ക് ഉപയോഗിച്ച് വെടിയുതിർത്തതിന്റെ ദൃശ്യങ്ങൾ കൂടി പുറത്തു വന്നതിന് പിന്നാലെയാണ് ഈ ബീഹാറിലെ പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥനായ അഭിഷേക് പട്ടേലിനെ സസ്പെൻഡ് ചെയ്തിരിക്കുന്നത്. 40 AK-47 തോക്ക് ഉപയോഗിച്ച് വെടിയുതിർക്കുന്നത് പിന്നാലെ വിദ്യാർത്ഥികൾക്ക് നേരെ വെടിയുതിർത്തതിന് ശേഷം ആക്രോശിച്ചു പോകുന്ന ദൃശ്യങ്ങളുമാണ് ഇതിനോടകം തന്നെ വന്നത്. 20-ാം തീയതി പാർലമെന്റ് പ്രതിഷേധത്തിന് പിന്നാലെ പോലീസിന് നടപടി ഉണ്ടാകുന്നു. നടപടിക്ക് ശേഷം നീറ്റ് പരീക്ഷാ ചോദ്യപേപ്പർ ചോർച്ചയുമായിട്ട് ബന്ധപ്പെട്ട വലിയ രീതിയിലുള്ള പ്രതിഷേധം ബീഹാറിൽ ഉടനീളം ഉണ്ടായിരുന്നു. അങ്ങനെ പട്നയിലെ സിവാനിലാണ് ബീഹാറിലെ വിദ്യാർത്ഥികളെല്ലാം കൂടി ഒരുമിച്ച് ചേർന്നത്. ഐസയുടെ നേതൃത്വത്തിലായിരുന്നു പ്രതിഷേധം. അതിനു നേരെയാണ് പോലീസ് നടപടി ഉണ്ടായത്. പോലീസ് നടപടിക്ക് പിന്നാലെയാണ് ഈ AK-47 തോക്ക് അത് ഉപയോഗിക്കുന്നതും വെടിയുതിർക്കുന്നതും. ആകാശത്തേക്കാണ് ഒരു തവണ വെടിയുതിർത്തത്. പിന്നീട് 6 റൗണ്ട് വെടിയുതിർത്തതായിട്ടാണ് നിലവിൽ അന്വേഷണ സംഘം വ്യക്തമാക്കുകയും ചെയ്തതിന്റെ അടിസ്ഥാനത്തിലാണ് പ്രത്യേക അന്വേഷണ സംഘത്തിലെ ഉദ്യോഗസ്ഥനായ അഭിഷേക് പട്ടേലിനെ തങ്ങൾ സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്തതായിട്ട് അറിയിക്കുകയും ചെയ്തിട്ടുള്ള വലിയ പ്രതിഷേധമാണ് ഇതിന് പിന്നാലെ അവിടെ ഉണ്ടായത്. വിദ്യാർത്ഥികൾക്ക് നേരെ ഇത്ര ക്രൂരമായ നടപടി എന്തിനെന്ന ചോദ്യവുമായി അവിടെ പ്രതിപക്ഷ രാഷ്ട്രീയ കക്ഷികളടക്കം രംഗത്തെത്തുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. SFIയുടെ സംസ്ഥാന പ്രസിഡന്റ് അടക്കം നിലവിൽ കസ്റ്റഡിയിലുമാണ്. ഇതിന്റെ അടിസ്ഥാനത്തിൽ കൂടി വലിയ പ്രതിഷേധം ഇടതു പാർട്ടികളുടെ ഭാഗത്തു നിന്നും പ്രതിപക്ഷ രാഷ്ട്രീയ
സംഘടനകളുടെ ഭാഗത്തു നിന്നുമുണ്ടായി. ഈ ദൃശ്യങ്ങൾ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിക്കാൻ തുടങ്ങി. ഞെട്ടിക്കുന്ന ദൃശ്യങ്ങളാണ് പുറത്തു വന്നിരിക്കുന്നത്. ബീഹാറിൽ പട്നയിൽ വിദ്യാർത്ഥികൾ നടത്തിയ പ്രക്ഷോഭത്തിനെതിരെ AK-47 തോക്ക് ഉപയോഗിച്ചു എന്ന ആരോപണമാണ് ഉണ്ടായിരിക്കുന്നത്.